വയനാട്ടിൽ തിരച്ചിലിന് 40 ടീമുകൾ, 6 സോൺ. ചാലിയാർ കേന്ദ്രീകരിച്ച് 3 രീതിയിൽ പരിശോധന. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ 2ാമത്തെ സോണും പുഞ്ചിരിമട്ടം 3ാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതും GVHSS വെള്ളാർമല 5ാമത്തേതും പുഴയുടെ അടിവാരം 6ാമത്തെ സോണുമാണ്. സൈന്യം, LDRF, DST, കോസ്റ്റ് ഗാർഡ്, നേവി, MEG ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ശാസ്ത്രജ്ഞർ മേപ്പാടി ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നത് വിലക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി. ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ശാസ്ത്രജ്ഞർക്കും സാങ്കേതിക സ്ഥാപനങ്ങൾക്കും മേപ്പാടി പഞ്ചായത്തിൽ വിലക്കെന്ന ഉത്തരവ് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന് അത്തരം നയമില്ലെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഉടനെ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്നും ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഹമാസ് സൈനിക തലവൻ മുഹമ്മദ് ദെയ്ഫിനെ വധിച്ചെന്ന് ഇസ്രായേൽ. കൊല്ലപ്പെട്ടത് വ്യോമാക്രമണത്തിൽ. ജൂലൈയിൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ദെയ്സ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അറിയിച്ചു. ജൂലൈ 13-ന് തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനിസിന്റെ പ്രാന്തപ്രദേശത്തുണ്ടായ ആക്രമണത്തിലാണ് ദെയ്സിനെ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യമായ IDF അറിയിച്ചു. കമലാ ഹാരിസിനെതിരെ വംശീയാധിക്ഷേപം നടത്തി ട്രംപ്. US വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസിനെതിരെ വംശീയാധിക്ഷേപം നടത്തി എതിർ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ്. കമല ഇന്ത്യനോ കറുത്ത വർഗ്ഗക്കാരെയോ എന്നതായിരുന്നു ട്രംപിന്റെ ചോദ്യം. വിഭജനത്തിന്റെയും അനാദരവിന്റെയും പഴയ പ്രദർശനം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കമല തിരിച്ചടിച്ചു. കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് വരെ ന്യൂനമർദ്ദപാത്തി ഇന്നും നാളെയും മഴ കൂടും. പശ്ചിമ ബംഗാളിനും ജാർഖണ്ഡിനും മുകളിലായി ന്യൂനമർദ്ദവും രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായാണ് ആഗസ്റ്റ് 2, 3 തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.